ആണോ? ഓക്കെ. ഇപ്പം നമ്മൾ കേമാപ്പ് പഠിച്ചപ്പം അതിനകത്ത് ചെറിയൊരു മോഡിഫിക്കേഷനോടെ പഠിപ്പിച്ചിട്ട് പോകാം. നിങ്ങൾക്ക് സിലബസിൽ അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു മോഡിഫിക്കേഷനോടെ പഠിച്ചിട്ട് പോകാം. അതായത് നമ്മുടെ കേമാപ്പ് എസ് ഒ പി ആയാലും പി ഒ എസിലായാലും അവിടെ ഒരു എക്സ്ട്രാ കണ്ടീഷൻ ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ഡോണ്ട് കെയർ. അതായത് കേമാപ്പിനകത്തുള്ള എക്സ്ട്രാ കണ്ടീഷനാണ് ഡോണ്ട് കെയർ. എന്തോ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്തോ, ലിറ്ററൽ മീനിങ് എന്തോ ഡോണ്ട് കെയർ. നമ്മളതിനെ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് നമ്മളതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അത് എന്തായാലും എനിക്കൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ ഡോണ്ട് കെയർ എന്നുള്ളൊരു കണ്ടീഷൻ വരുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു എസ് ഒ പി എക്സ്പ്രഷൻ എഴുതുവാണെങ്കിൽ y is equal to സിഗ്മ എം 0 to 3 ഒരു എക്സ്പ്രഷൻ എഴുതി. ഇതിൻ്റെ കൂടെ ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് കൂടെ ഡി ഓഫ് 4 5 ഇങ്ങനെ കൂടെ ചിലപ്പോൾ കിടപ്പുണ്ടാവാം. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൻ്റെ മീനിങ്ങിന് ഇങ്ങനെ ഒരു ഡി കണ്ടാൽ, ഈ ഡിയുടെ മീനിങ് പറഞ്ഞാൽ ഡോൺ കെയർ എന്നാണേ. ഈ ഡി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് മനസ്സിലാക്കേണ്ടത് ഡോൺ കെയർ എന്നാണ്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ എക്സ്പ്രഷൻ വൈ, ആരെടാ മൈക്കുള്ളതെന്ന് മ്യൂട്ട് ചെയ്യണേ. ഇതിൻ്റെ എക്സ്പ്രഷൻ വൈ ഇത് എസ് ഒ പി ഫോമിലാണ്. അതിനകത്തുള്ള നമുക്ക് ആവശ്യമുള്ള 3 മിൻ ടേംസ് ഏതൊക്കെയാണ്? 0, 2, 3. ഇതാണ് എനിക്ക് ആവശ്യമുള്ള 3 മിൻ ടേംസ്. അത് കൂടാതെ 2 മിൻ ടേമും കൂടെ ഉണ്ട്. പക്ഷെ ആ മിൻ ടേം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ എക്സ്പ്രഷനിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. മനസ്സിലായോ? അതായത് എനിക്ക് ആവശ്യമുള്ള മിൻ ടേംസ് ഏതൊക്കെയാണ്? എസെൻഷ്യലായിട്ട് എനിക്ക് വേണ്ട മിൻ ടേംസ് ഏതൊക്കെയാണ്? എസെൻഷ്യൽ ടേംസ് ഏതൊക്കെയാണ്? 0, 2, 3. അതിൻ്റെ കൂടെ എനിക്ക് 4, 5 എന്ന് പറഞ്ഞ മിൻ ടേംസ് കൂടെ ഉണ്ട്. പക്ഷെ ആ മിൻ ടേംസ് ഇൻക്ലൂഡ് ചെയ്താലും ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിലും, അല്ലെങ്കിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ വൈയുടെ വാല്യൂവിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. വൈയുടെ എക്സ്പ്രഷനിലോ വൈയുടെ കാര്യത്തിലോ വൈയുടെ ഔട്ട്പുട്ടിലോ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ള, അതായത് ഇതിനെ യാതൊരു രീതിയിൽ അഫക്റ്റ് ചെയ്യാത്ത രണ്ട് മിൻ ടേംസ് ആണ് 4ഉം 5ഉം. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഏതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്? ഡി. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? ഇത് ആവശ്യം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഉപയോഗിക്കാൻ വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു 3 വേരിയബിളാണ്. 3 വേരിയബിൾ ഒരു കേമാപ്പാന്ന് വിചാരിച്ചോളുക. നമ്മൾ 3 വേരിയബിൾ അധികം പഠിച്ചിട്ടില്ലെങ്കിലും 3 വേരിയബിൾ കേമാപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? നമുക്ക് 2 റോ തെളിയാത്ത 2 റോയും 4 കോളവും. ഒരു സൈഡിൽ ബി സി ഒറ്റ ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഇവിടെ 0, 1, മറ്റേടത്ത് 0, 0, 0, 1, 1, 1, 1, 0. ഓക്കെ. നമ്മുടെ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാ? 0ഉം 2ഉം 3ഉം എസെൻഷ്യലി നമുക്ക് എന്തായാലും വേണ്ട മിൻ ടേംസാണ്. 0ഉം 2ഉം 3 ഏതൊക്കെയാ? 0, 0, 0, 0, 1, 0, 0, 1, 1. ഇത് 3ഉം വേണ്ടതാണ്. ഇതാണ് നമുക്ക് വേണ്ട സാധനം. ഇത് മാത്രം വെച്ച് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് എക്സ്പ്രഷൻ എഴുതിയാലും ശരിയാണ്. പക്ഷെ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് എന്തുണ്ട്? 2 മിൻ ടേംസ് കൂടെ ഉണ്ട്. 4ഉം 5ഉം ദേ ആർ ഡോൺ കെയർസ്. അതെന്ന് പറഞ്ഞാൽ അത് ഉണ്ടെങ്കിലും പ്രശ്നമില്ല. നമുക്ക് അതും കൂടെ ഈ കേമാപ്പിൽ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. 4ഉം 5ഉം. 4 എന്ന് പറഞ്ഞാൽ എത്ര? 1, 0, 0. അത് ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ എനിക്ക് 2 രീതിയിൽ മാർക്ക് ചെയ്യാം. ഒന്നുകിൽ എനിക്ക് എക്സ് എന്ന് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഡി എന്ന് മാർക്ക് ചെയ്യാം. ഒന്നുകിൽ എക്സ് അല്ലെങ്കിൽ ഡി. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഡി എന്ന് തന്നെ മാർക്ക് ചെയ്യാം. അപ്പോൾ 4 എന്നുള്ളടത്ത് ഞാൻ എന്ത് മാർക്ക് ചെയ്തു? ഡി എന്ന് മാർക്ക് ചെയ്തു. 5, 1, 0, 1 അവിടെ ഞാൻ എന്ത് ചെയ്തു? ഡി എന്ന് പറയുന്നത് മാർക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ നമുക്ക് 2 ഡിയും കൂടെ വന്നു. ഇനി എന്താണ് ഡോൺ കെയർ കൊണ്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ, ഈ ഡോൺ കെയർ എന്ന് പറയുന്ന സാധനം നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് വ്യത്യാസമില്ല. എന്ന് പറഞ്ഞാൽ എനിക്കതിനെ ഗ്രൂപ്പ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ഗ്രൂപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഗ്രൂപ്പ് ചെയ്താൽ ഡോൺ കെയറുകളെ മാത്രമായിട്ട് ഗ്രൂപ്പ് ചെയ്യത്തില്ല. മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ഡോൺ കെയറുകളെ മാത്രമായിട്ട് ഗ്രൂപ്പ് ചെയ്യത്തില്ല. പക്ഷെ എനിക്ക് വേണമെങ്കിൽ വേറെ ഗ്രൂപ്പിൻ്റെ കൂടെ വേണമെങ്കിൽ ഡി എ ഇൻക്ലൂഡ് ചെയ്യാം. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡോൺ കെയർ അല്ലേ, ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ചെയ്യുവാണെങ്കിൽ ഈ ഡോൺ കെയറിനെ മാത്രമായിട്ട് ഗ്രൂപ്പ് ചെയ്യത്തില്ല. വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ കൂടെ വേണമെങ്കിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡി എ മാത്രമായിട്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല? ഗ്രൂപ്പ് ചെയ്യത്തില്ല. ഈ ഡി
രണ്ട് ഡിയും മാത്രമായിട്ട് ഗ്രൂപ്പ് ചെയ്യത്തില്ല. വേണമെങ്കിൽ എനിക്ക് ഡിയും ഈ വണ്ണും കൂടെ ഗ്രൂപ്പ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഡിയും ഈ വണ്ണും കൂടെ ഗ്രൂപ്പ് ചെയ്യാം. ഡിയും കൂടെ മാത്രമായിട്ട് എന്ത് ചെയ്യത്തില്ല, ഗ്രൂപ്പ് ചെയ്യത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഡി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? ഈ ഡി എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ രണ്ട് ഒന്നുകൂടെ എനിക്ക് ഗ്രൂപ്പ് ചെയ്തൂടെ? ചെയ്യാമല്ലോ. എനിക്ക് ഈ ഒന്നും കൂടെ ഗ്രൂപ്പ് ചെയ്തൂടെ? ചെയ്യാമായിരുന്നല്ലോ. അത് കറക്റ്റാണ്, റിസൾട്ട് കിട്ടും, എല്ലാം ശരിയാണ്. വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ രണ്ടൊന്നുകൂടെ ഗ്രൂപ്പ് ചെയ്യാം, ഇത് രണ്ടും കൂടെയും ഗ്രൂപ്പ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒന്നിൽ എനിക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം, എന്നിട്ട് ഒരെണ്ണത്തിന് എനിക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. അതായത് എനിക്ക് ഡോൺ കെയറിനെ എനിക്ക് ഗ്രൂപ്പുകൾ ഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതായത് ഈ ഡി ഇവിടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒന്നിനെ എനിക്ക് ഇതുമായിട്ടല്ലേ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഗ്രൂപ്പുകൾ നല്ലപോലെ ഫോം ചെയ്യാൻ ഡി സഹായിക്കുമെങ്കിൽ ഡിയുടെ വാല്യൂ ക്യാൻ either be 0 or be 1. ഡിയുടെ വാല്യൂ പറഞ്ഞോ. ഈ ഡി ഉണ്ടെങ്കിലും മറ്റേ അപ്പുറത്തെ ഇപ്പുറത്തെ മണ്ണ് വെച്ച് ഇത് ചെയ്യാൻ പറ്റത്തില്ല? ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഡി ഉണ്ടെന്നുവെങ്കിൽ നിനക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിലും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയുക, മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇന്ന് ആലോചിച്ച് നോക്കി, നിനക്ക് ഇങ്ങനെ ഒരു കെ മാപ്പ് ഉണ്ടായിരുന്നു വിചാരിക്കുക. ഒരു കെ മാപ്പ് ഉണ്ടായിരുന്നു, നിനക്ക് ഇവിടെ ഒരു 1, ഇവിടെ ഒരു 1, ഇവിടെ ഒരു 1, ഇവിടെ ഒരു ഡി ഉണ്ടായിരുന്നു വിചാരിച്ചു. ഒരു 1 1 1 ഉണ്ട്, ഇവിടെ ഡി ഉണ്ടായിരുന്നു. നിനക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ രണ്ടുകൂടെ ഗ്രൂപ്പ് ചെയ്യാം, ഈ രണ്ടുകൂടെ ഗ്രൂപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിനക്ക് എന്തോ ചെയ്യാം? ഈ ഡി എയും കൂടെ ചേർത്ത് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? ഇങ്ങനെ ചെയ്തൂടെ? രണ്ടായിട്ട് ഡി ഉപയോഗിക്കാതെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാം. ഡിയോട് ഉപയോഗിക്കുവാണെങ്കിൽ വേണം എനിക്ക് എന്തോ ചെയ്യാൻ പറ്റും? 4ന്റെ ഒറ്റ ഗ്രൂപ്പ് ആക്കിക്കൂടെ? അപ്പോൾ എത്രയും വലിയ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു അത്രയും നല്ലതല്ലേ എനിക്ക്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഡി എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ നമുക്ക് വലിയ ഗ്രൂപ്പുകളൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡി സഹായിക്കുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഡിയെ കൂടെ എന്ത് ചെയ്യാം? ഗ്രൂപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. മനസ്സിലായോ? അതാണ് ഡിയുടെ ഉപയോഗം. കാരണം ഡിയുടെ വാല്യൂ, ഡിക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. ഡിയുടെ വാല്യൂ ഒന്നുകിൽ 0 ആവാം, അല്ലെങ്കിൽ 1 ആവാം. അത് ഏതായാലും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം നമുക്ക് ഒന്നിട്ടാൽ നമുക്ക് അവിടെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡി വെച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാം. മനസ്സിലായോ? അപ്പം അതാണ് നമുക്ക് ഡോൺ കെയറിൻ്റെ ഐഡിയ. മനസ്സിലായോ? ബാക്കിയെല്ലാം സെയിമാ, വ്യത്യാസമൊന്നുമില്ല. ഇപ്പം ഞാൻ ഇങ്ങനെ ഗ്രൂപ്പ് ഫോം ചെയ്ത് എഴുതുന്നതെല്ലാം സെയിമാ. ഇങ്ങനെ ഗ്രൂപ്പ് ഫോം ചെയ്ത് എഴുതുന്നത് എങ്ങനെയാ? എ വേരിയിങ്ങാ, ഒരിടത്ത് 0യും ഒരിടത്ത് 1ഉം. ആകെ കോൺസ്റ്റന്റ് ഏത് മാത്രമേ ഉള്ളൂ? ബിയും സിയും. എന്താ കിട്ടും എനിക്ക്? ബി ബാർ സി ബാർ. മനസ്സിലായോ? കത്തിയോ? മനസ്സിലായോ പിള്ളേരെ? ഹലോ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നില്ലയോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോന്ന്? നിങ്ങൾ അതിലൊക്കെ മറുപടി പറയണം. നിങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇങ്ങനെ. മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്ന കാര്യങ്ങൾ? എന്തുവാ ഡോൺ കെയർ എന്നുള്ള മനസ്സിലാവുന്നുണ്ടോ? ശരി. ഇതേപോലെ തന്നെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അതിപ്പം വേറെ ആരെങ്കിലും പറഞ്ഞോട്ടെന്ന് വെച്ച് ഉണ്ടായിരിക്കണ്ട. ഇപ്പം ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ മനസ്സിലായെന്ന് പറയാം കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ SOP ആണെങ്കിൽ POS ഇതുപോലെ തന്നെ ചെയ്യാം. ഇതേപോലെ തന്നെ POSലും ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 4 വേരിയബിൾ കെ മാപ്പ് ഉണ്ട്. നമുക്ക് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് POS ആണെങ്കിൽ നമുക്ക് ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0 വെച്ച് കിടക്കുമെന്ന് വിചാരിച്ചു. അവിടെയും ഡോൺ കെയർ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ആ ഡോൺ കെയർ എന്തിൻ്റെ കൂടെ ചെയ്യാം? മനസ്സിലാവുന്നുണ്ടോ? ഡോൺ കെയറിൻ്റെ വാല്യൂ 1 ആയിട്ട് വേണമെങ്കിലും എടുക്കാം, 0 ആയിട്ട് വേണമെങ്കിലും എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ SOPയിലായാലും POSലായാലും ഡോൺ കെയറിനെയും കൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റും. ഒറ്റ കാര്യം മാത്രം നോക്കിയിരുന്നാൽ മതി, ഡോൺ കെയറിനെ മാത്രമായിട്ട് ഗ്രൂപ്പ് ചെയ്യരുത്. ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി, ഡോൺ കെയറിനെ മാത്രമായിട്ട് ഗ്രൂപ്പ് ചെയ്യരുത്. അത്രയും മാത്രമേ ഉള്ളൂ. ഡിയുടെ ഒന്നും എഴുതണ്ട, ഇങ്ങനെ എഴുതാം. ഡി എന്ന് ഇട്ടാൽ മതി. അത് സാധാരണ പോലെ തന്നെടാ. അത് ഡി എന്ന് നീ ഇപ്പൊ ഡി എന്നുള്ളത് ഒരു വേരിയബിൾ ആയിട്ട് കണക്കാക്കുക വേണ്ട. എനിക്കിപ്പോ ABCD ഉണ്ടെങ്കിൽ എന്ത് വരുന്നേ? ഇതിപ്പോ 0 0 0 1 1 1 1 0 0 0 0 1 1 1 1 0. ഇവിടെ സിയും ഡിയും ഫുൾ ടൈം വേരിയിങ് അല്ലേ ഈ ഗ്രൂപ്പ് എടുക്കുവാണെങ്കിൽ? കോൺസ്റ്റന്റ് ഏത് മാത്രമേ ഉള്ളൂ? ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് എന്താ കിട്ടും? AB അല്ല, ഇപ്പം SOP അല്ലേ, A+B. മനസ്സിലായോ? ഈ ഡി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആയിട്ട് കണക്കാക്കണ്ട. അത് ഡോൺ കെയർ, ഒരു സാധനം. അതിന്റെ വാല്യൂ 0 ആവാം 1 ആവാം. അത് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുന്ന. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സാധാരണ ഗ്രൂപ്പായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. സാധാരണ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനകത്ത് എയും ബിയും മാത്രമേ ഉള്ളൂ കോൺസ്റ്റന്റ്. അപ്പം അതിന്റെ വാല്യൂ എത്രയാ? A+B. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ 2 ഡി കിടപ്പുണ്ടായിരുന്നെങ്കിലോ എനിക്ക് വേണേൽ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തൂടെ?
2 ഡി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഗ്രൂപ്പ് ചെയ്തൂടെ? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുവാണെങ്കിലോ എ രണ്ടിടത്തും 0 എ കോൺസ്റ്റന്റാ, ബി 0 1 വേരിയിങ്, സി 0 1 വേരിയിങ്, ഡി 1 1 കോൺസ്റ്റന്റാ. അപ്പൊ എ കോൺസ്റ്റന്റ് ഡി കോൺസ്റ്റന്റ്, എയുടെ വാല്യൂ 0 ബി ഡിയുടെ വാല്യൂ 1. അപ്പൊ എന്ത് കിട്ടും? എ ബാർ പ്ലസ് ഡി. മനസ്സിലായോ? അപ്പൊ ഡി എന്ന് പറയുന്ന സാധനം ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം. പക്ഷെ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ 2 ഡി മാത്രമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഗ്രൂപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രം ഓർത്താൽ മതി. ഡി ഡോൺ കെയറുകൾ മാത്രമായിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പാടില്ല, ബാക്കി ഗ്രൂപ്പിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ആ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വലിയ ഗ്രൂപ്പുകൾ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് നല്ലതാ, നമ്പർ ഓഫ് വേരിയബിൾസ് കുറയും, നമ്പർ ഓഫ് ടേംസ് കുറയും. മനസ്സിലായോ? കത്തിയോ? മനസ്സിലായോ പിള്ളേരെ? ശരി, ഇതാണ് നമ്മുടെ ഡോൺ കെയറിൻ്റെ കണ്ടീഷൻ. ഇനി അത് മതി, തൽക്കാലത്തേക്ക് അത് മതി, ഡോൺ കെയറിൻ്റെ കണ്ടീഷൻസ് അത് മതി. ഇനി എന്താണ് നമ്മുടെ നിങ്ങൾക്കൊരു പുതിയ നമ്മുടെ സിസ്റ്റം നമ്മൾ തുടങ്ങുകയാണ്. ഇപ്പോൾ അത്രയും മതി. നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൻ്റെ ഒരു കഴിഞ്ഞു, കെ മാപ്പ് കഴിഞ്ഞു. അതുകൂടെ ഒന്ന് നിങ്ങൾക്ക് സിലബസ് ഇല്ലെങ്കിൽ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു, പറഞ്ഞു തീർത്തു. ശരി, പിന്നെ നമുക്ക് അടുത്ത മോഡ്യൂളിനകത്ത് നമുക്ക് പഠിക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഡിജിറ്റൽ സിസ്റ്റത്തിന്, നമ്മുടെ സർക്യൂട്ട്സ്, ഡിജിറ്റൽ സർക്യൂട്ട്സ് 2 രീതിയിലുള്ള ഡിജിറ്റൽ സർക്യൂട്ട്സ് ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് ഡിജിറ്റൽ സർക്യൂട്ട്സ് 2 രീതിയിലുള്ള ഡിജിറ്റൽ സർക്യൂട്ട്സുകളുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് അതിന് നമ്മൾ വിളിക്കുന്ന പേര് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. 2 രീതിയിലുള്ള ഡിജിറ്റൽ സർക്യൂട്ട്സ് ഉണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് കോമ്പിനേഷണൽ സർക്യൂട്ട്സും, രണ്ടെന്ന് പറയുന്നത് സീക്വൻഷ്യൽ സർക്യൂട്ട്സും. മനസ്സിലാവുന്നുണ്ടോ? 2 രീതിയിലുള്ള സർക്യൂട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒരെണ്ണെന്ന് പറയുന്നത് കോമ്പിനേഷണൽ, രണ്ടെന്ന് പറയുന്നത് സീക്വൻഷ്യൽ. എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളിപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കോമ്പിനേഷണൽ. കോമ്പിനേഷണൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഒരു ബ്ലോക്ക് ഡയഗ്രം വരച്ച് കാണിക്കാം. ഇതാണ് എൻ്റെ സർക്യൂട്ട് എന്ന് വിചാരിക്കുക. അതിന് കുറേ ഇൻപുട്ടുണ്ട്, കുറേയോ ഒന്നോ ഔട്ട്പുട്ടും നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് എൻ്റെ സർക്യൂട്ട്. ഓക്കെ, ഈ സർക്യൂട്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാം? ഇതെൻ്റെ ഇൻപുട്ടാണ്, ഇതെൻ്റെ ഔട്ട്പുട്ടാണ്. ഓക്കെ, ഈ സർക്യൂട്ട് കണ്ടാൽ എന്താ മനസ്സിലാക്കണം? ഇൻപുട്ട് ഞാൻ കൊടുക്കുന്നതനുസരിച്ച് എനിക്ക് ഔട്ട്പുട്ട് കിട്ടും. ശരിയാണോ? എൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത് ഞാൻ അനുസരിച്ച് എനിക്ക് ഔട്ട്പുട്ട് കിട്ടും. ശരിയാണോ? ഇൻപുട്ട് മാറിയാൽ ഔട്ട്പുട്ട് മാറും. ഇൻപുട്ട് ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇൻപുട്ട് ഞാനൊരു സമയത്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പം തന്നെ എനിക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. ഇൻപുട്ട് ചേഞ്ച് ആയാൽ ഔട്ട്പുട്ടും ചേഞ്ച് ആവും. ഇൻപുട്ട് ഇല്ലെങ്കിൽ ഔട്ട്പുട്ടും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിൽ എൻ്റെ ഇൻപുട്ടുകളുടെ പ്രസൻറ്റ് കണ്ടീഷനെ മാത്രം, ഇൻപുട്ടുകളുടെ പ്രസൻറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ പ്രസൻറ്റ് സ്റ്റാറ്റസിനെ മാത്രം അല്ലെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനെ ഞാൻ വിളിക്കുന്ന പേരാണ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. അതായത് ദി ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ഇൻപുട്ട്. ഇൻപുട്ടിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റിനെയോ കണ്ടീഷനെയോ വാല്യൂവിനെയോ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ട്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. മനസ്സിലാവുന്നുണ്ടോ? അതേസമയം ഇതാണ് കോമ്പിനേഷൻ സർക്യൂട്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സീക്വൻഷ്യലൂടെ കാര്യം പറഞ്ഞിട്ട് പോകാം, പഠിക്കുന്ന പിന്നെ പഠിക്കാം. ഈ സപ്പോസ് ഇവിടെ ഈ സർക്യൂട്ടിൻ്റെ കൂടെ നമുക്കിവിടെ ഒരു മെമ്മറി ബ്ലോക്ക് ഉണ്ടായിരുന്നു വിചാരിക്കുക. ഈ സർക്യൂട്ടിൻ്റെ കൂടെ തന്നെ ഒരു മെമ്മറി ബ്ലോക്ക് ഈ സർക്യൂട്ടിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് നേരത്തെ കിട്ടിയ ഔട്ട്പുട്ടുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്മറി. ആ മെമ്മറിയിൽ നിന്ന് നമുക്ക് തിരിച്ച് എങ്ങോട്ട് കൊടുക്കാം? ഇൻപുട്ടിലേക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മെമ്മറി ഞാൻ എവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ സർക്യൂട്ടിൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ടുകൾ എവിടെ കിടപ്പുണ്ട്? മെമ്മറി കിടപ്പുണ്ട്. ശരിയാണോ? നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടുകൾ എവിടെ കിടപ്പുണ്ട്? മെമ്മറി കിടപ്പുണ്ട്. ആ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ടുകളെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇപ്പോഴത്തെ ഔട്ട്പുട്ട് വരുന്നത്. ശരിയാണോ? നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് ഞാൻ ഇങ്ങോട്ട് വീണ്ടും ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടില്ലേ? അപ്പം നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ടുകളും കൂടെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എൻ്റെ ഇപ്പോഴത്തെ ഔട്ട്പുട്ട്. ശരിയാണോ? എന്ന് പറഞ്ഞാൽ എൻ്റെ കോമ്പിനേഷൻ സർക്യൂട്ട് ആയിരുന്നെങ്കിൽ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി പ്രസന്റ് സ്റ്റേറ്റ് ഓഫ്
ഇൻപുട്ട്. വേറെ യാതൊരു ബന്ധവുമില്ല. ഇൻപുട്ട് എന്ത് കൊടുക്കുന്നു? ഔട്ട്പുട്ട് കിട്ടും. ഇൻപുട്ട് ഇല്ല, ഔട്ട്പുട്ട് ഇല്ല, ഇൻപുട്ട് ചേഞ്ച് ആയി, ഔട്ട്പുട്ട് ചേഞ്ച് ആയി. അതേസമയം സീക്വൻഷ്യൽ സർക്യൂട്ട് ആണെങ്കിൽ അവിടെ നമ്മൾ എക്സ്ട്രാ നമുക്കൊരു മെമ്മറി ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിലേക്ക് നമ്മൾ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ടുകളും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് എവിടോട്ട് എടുക്കാനും പറ്റും? ഇൻപുട്ടിലേക്ക് എടുക്കാനും പറ്റും. വിച്ച് മീൻസ് എൻ്റെ ഔട്ട്പുട്ട് ഇൻപുട്ടിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, എൻ്റെ പ്രീവിയസ് ഔട്ട്പുട്ടുകളെയും പ്രീവിയസ് ആയിട്ടുള്ള സ്റ്റേറ്റുകളെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എൻ്റെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കൊരു മെമ്മറി ഉള്ളത് കൊണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ള സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തുവാണ്? സീക്വൻഷ്യൽ സിസ്റ്റംസ്. മനസ്സിലായോ? നമ്മൾ പഠിക്കാൻ പോകുന്ന കോമ്പിനേഷനിൽ ആദ്യം പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ സീക്വൻസിലൂടെ പറഞ്ഞു പോയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ താഴത്തെ ബ്ലോക്ക് ഇല്ല. ഈ താഴത്തെ ബ്ലോക്ക് ഇല്ലാതെ മേളത്തെ മാത്രം ഇൻപുട്ടും സർക്യൂട്ടും ഔട്ട്പുട്ടും മാത്രമാണെങ്കിൽ അതേതാ? കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. അതിനകത്തോട്ട് നമ്മൾ മെമ്മറിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എന്തുവാണ്? സീക്വൻഷ്യൽ സർക്യൂട്ട്. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ പിള്ളേരെ? ശരി. അപ്പം അത്രയും കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുക. ഇനി ഇതിനകത്ത് നമുക്കൊരു ഞാനിപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ നമുക്കിപ്പോൾ നോക്കാം. അതായത് നമ്മൾ ആഡർ പഠിച്ചതാണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞപ്പം ആഡ് ചെയ്യുന്ന സാധനം, നമുക്കൊരു ബൈനറി അഡീഷൻ നമ്മൾ പഠിച്ചതാണ്. ആ ബൈനറി അഡീഷൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2 ബിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. നമുക്ക് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും? നമുക്ക് സമ്മ് കിട്ടും. എങ്ങനെ വരയ്ക്കുന്നു? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ബ്ലോക്ക് വരയ്ക്കാമെന്ന് വിചാരിച്ചോളുക. ആഡ് ചെയ്യുന്ന സാധനത്തിനായതുകൊണ്ട് ഞാൻ അതിന് പേര് കൊടുത്തു ആഡർ. ഓക്കെ. ഇൻപുട്ടുകൾ 2 ബിറ്റ് എ എന്നും ബി എന്നും പറഞ്ഞ് 2 ഇൻപുട്ടുകൾ ഞാനകത്തോട്ട് കൊടുത്തു. ഇതിനകത്ത് ആഡ് ചെയ്തു. എനിക്ക് ഔട്ട്പുട്ട് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും? എനിക്കൊരു സമ്മ് പ്രൊഡ്യൂസ് ചെയ്യും, ക്യാരി ഔട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ശരിയാണോ? ഒരു ആഡർ 2 ബിറ്റ് എന്ത് കൊടുത്താൽ 2 ബിറ്റ് കൂടെ ആഡ് ചെയ്തിട്ട് എന്തോ കൊടുത്തു? ഒരു സമ്മ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ക്യാരി ഔട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണോ എൻ്റെ ഒരു ആഡർ? ശരിയാണോ? ആണോ പിള്ളേരെ? അങ്ങനാണെങ്കിൽ അതിൻ്റെ ട്രൂത്ത് ടേബിൾ, അതിൻ്റെ ടേബിൾ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഒരു ആഡറിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? എനിക്ക് 2 ഇൻപുട്ടുകളാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷനെ നമ്മൾ ഒരു ടാബുലാർ ഫോമിൽ എഴുതുന്നതിന് വിളിക്കുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ. ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും തമ്മിലുള്ള റിലേഷനെ ഒരു ടാബുലാർ ടേബിളിൽ എഴുതുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. അതിന് വിളിക്കുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ. അപ്പോൾ ഈ ട്രൂത്ത് ടേബിളിൽ നമുക്ക് ഈ ഹാഫ് ആഡറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആഡറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എനിക്ക് 2 ഇൻപുട്ടുണ്ട്. ഏതൊക്കെയാണ് ഇൻപുട്ടുകൾ? എൻ്റെ എയും ബിയും. എനിക്ക് 2 ഔട്ട്പുട്ട് ഉണ്ട്. സമ്മും എസ് എന്നും സി എന്ന് ഞാൻ കൊടുക്കുന്നുള്ളൂ, സമ്മിനും ക്യാരിക്കും. അപ്പം എനിക്ക് 2 ഇൻപുട്ട് എ ബി, 2 ഔട്ട്പുട്ട് എസും സിയും. എനിക്ക് 2 ഇൻപുട്ട് എയും ബിയും. എനിക്ക് 2 ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ എത്ര പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ട്? എനിക്ക് 2 ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ എത്ര പോസിബിൾ കോമ്പിനേഷൻ? 4. ഏതൊക്കെയാണ്? 0 0 0 1 1 0 1 1. അപ്പോൾ ഞാൻ 4 പോസിബിൾ കോമ്പിനേഷൻസ് ഇവിടെ എഴുതി. 0 0 0 1 1 0 ആൻഡ് 1 1. 4 പോസിബിൾ കോമ്പിനേഷൻസ്. ഈ ഓരോ കോമ്പിനേഷൻ വരുമ്പോഴുള്ള സമ്മിൻ്റെയും ക്യാരിയുടെയും വാല്യൂ എഴുതണം. 0 0 0 കൂടെ ആഡ് ചെയ്താൽ നമ്മൾ പഠിച്ചതാ. എന്തോ പെട്ടെന്ന് പറഞ്ഞു. 0 0 കൂടെ ആഡ് ചെയ്താൽ ആരെങ്കിലും പറഞ്ഞു? 0 0 ആഡ് ചെയ്താൽ സമ്മിൻ്റെ വാല്യൂ എന്തുവാ? ക്യാരിയുടെ വാല്യൂ എന്തുവാ? സം 0 ക്യാരി 0. 0 1 കൂടെ ആഡ് ചെയ്താൽ സം 1 ക്യാരി 0. സം 1 ക്യാരി 0. ഇനി 1 ഉം 0 കൂടെ ആഡ് ചെയ്താൽ സം 1 ക്യാരി 0. 1 ഉം 1 കൂടെ ആഡ് ചെയ്താൽ സം 0 ക്യാരി 1. സം 0 ക്യാരി 1. ഇതാണ് നമ്മുടെ ട്രൂത്ത് ടേബിൾ. ആണേ? സംശയമൊന്നുമില്ലേ? ഇതാണ് നമ്മുടെ ട്രൂത്ത് ടേബിൾ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇത് വെച്ച് എനിക്കൊരു എക്സ്പ്രഷൻ എഴുതണം. ട്രൂത്ത് ടേബിൾ ഉണ്ട്. എനിക്ക് ഇനി ഇത് വെച്ചൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എനിക്ക് സർക്യൂട്ട് എങ്ങനെ വരയ്ക്കുന്നതും വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതിൻ്റെ ട്രൂത്ത് ടേബിൾ എൻ്റെ കയ്യിലുണ്ട്. ആ ട്രൂത്ത് ടേബിളിനകത്തുനിന്ന് എനിക്ക് എക്സ്പ്രഷൻ ഉണ്ടാക്കണമെങ്കിൽ, എക്സ്പ്രഷൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന സാധനമാണ് നമ്മളിപ്പം പഠിച്ചു തീർത്ത കെ മാപ്പ്. അതായത് എൻ്റെ ട്രൂത്ത് ടേബിൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിൻ ടേംസ് ഏതൊക്കെയാണെന്ന് അറിയാമെങ്കിൽ അതുപയോഗിച്ച് എന്താണ്
എനിക്ക് ആവശ്യമുള്ള എക്സ്പ്രഷൻസ് ഉണ്ടാക്കാൻ എന്നെ സഹായിക്കുന്ന സാധനമാണ് കെ മാപ്പ്. ഇവിടെ ഈ ആഡറിൻ്റെ കേസിൽ, നമ്മൾ ഇപ്പോൾ ഈ പഠിച്ച ആഡറിൻ്റെ കേസിൽ എത്ര ഇൻപുട്ടുകളുണ്ട്? ഇപ്പോൾ പഠിക്കുന്ന ആഡറിനകത്ത് എത്ര ഇൻപുട്ടുണ്ട്? എത്ര ഇൻപുട്ടുണ്ട് നമുക്ക്? 2. എയും ബിയും. അപ്പോൾ നമ്മളിവിടെ വരയ്ക്കേണ്ടത് 2 വേരിയബിൾ കെ മാപ്പ്. എങ്ങനെയാണ് 2 വേരിയബിൾ കെ മാപ്പ് വരയ്ക്കുന്നത്? എത്ര സെല്ല് വരും? 2 വേരിയബിൾ കെ മാപ്പ് ആണെങ്കിൽ എത്ര സെല്ല് വരും? ഒരു 2 വേരിയബിൾ കെ മാപ്പ് ആണെങ്കിൽ എത്ര സെല്ല് വരും നമുക്ക്? 4. കാരണം എന്താ? 2n ആണ് അല്ലേ? അപ്പം 2 ആണെങ്കിൽ 4, 2 3 വേരിയബിൾ ആണെങ്കിൽ 2 8, 4 വേരിയബിൾ ആണെങ്കിൽ 2 16. ഇതിപ്പോൾ 2 വേരിയബിൾ ഉള്ളത് കൊണ്ട് 2 4, 4 സെല്ല്. ഓക്കെ, ഒരു സൈഡിൽ എ, ഒരു സൈഡിൽ ബി. പോസിബിൾ കോമ്പിനേഷൻ എന്തൊക്കെയാ? 0 1 0 1. ശരിയാണോ? ഇനി നോക്കിക്കേ, ഇതിപ്പോൾ നമ്മൾ ഈ കേമാപ്പ് വരയ്ക്കുന്നത് സമ്മിൻ്റെ ആണ്. ഇപ്പം ഞാൻ വരയ്ക്കുന്ന കേമാപ്പ് എന്ന് പറയുന്നത് സമ്മിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേമാപ്പ് വരയ്ക്കുക. അതായത് ഈ സമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേമാപ്പ് വരയ്ക്കുക. സമ്മിന് കറസ്പോണ്ടിങ് കേമാപ്പ്. അപ്പോൾ നോക്കിയേ, സമ്മിൻ്റെ വാല്യൂ 1 ആവുന്ന എവിടെയൊക്കെയാ? സം ട്രൂ ആവുന്നത്, അല്ലെങ്കിൽ സമ്മിൻ്റെ വാല്യൂ 1 ആവുന്ന എവിടെയൊക്കെയാ? ഇവിടെയും സമ്മിൻ്റെ വാല്യൂ 1 ആവുന്നുണ്ട്, ഇവിടെയും സമ്മിൻ്റെ വാല്യൂ 1 ആവുന്നുണ്ട്. ശരിയാണോ? ശരിയാണോ? ആ സമയത്തുള്ള എയുടെയും ബിയുടെയും വാല്യൂ സമ്മ് 1 ആവുമ്പോഴുള്ള എയുടെയും ബിയുടെയും വാല്യൂസ് ഏതൊക്കെയാ? 1 0 1, 2 1 0. മനസ്സിലാവുന്നുണ്ടോ? എവിടൊക്കെയാണ് സമ്മ് 1 ആവുന്നത്? സമ്മ് 1 ആവുന്നത് എവിടേക്കാ? എയും ബിയും 0 1 ആവുമ്പോഴും സമ്മ് 1 ആവുന്നുണ്ട്, എയും ബിയും 1 0 ആവുമ്പോഴും സമ്മ് 1 ആവുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഇവിടെ മാർക്ക് ചെയ്യുക. എയും ബിയും 0 1 ആകുമ്പോൾ, എയും ബിയും 1 0 ആകുമ്പോൾ ഈ രണ്ട് കണ്ടീഷനിലും സമ്മിൻ്റെ വാല്യൂ എന്തുവാണ്? 1 ആണ്. ഓക്കെ, അത് രണ്ടും എഴുതി, കേമാപ്പിനകത്ത് വരച്ചു. ഗ്രൂപ്പ് ചെയ്യണം. ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ വല്ല വകുപ്പുണ്ടോ? ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ വല്ല വകുപ്പുണ്ടോ? പറ്റുമോ? എങ്ങനെയെങ്കിലും ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്തോ ചെയ്യണം? അതിനെ അങ്ങനെ ഇട്ടിട്ട് ഓരോന്നിനെ പറ്റി എഴുതുക. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ ഒരു വഴിയില്ല. ഇത് സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ്, ഇത് വേറൊരു ഗ്രൂപ്പ്. നമുക്കല്ലാതെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ യാതൊരു വഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൂപ്പ്, ഇതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ വരും? സം ഈസ് ഈക്വൽ ടു ഈ എക്സ്പ്രഷൻ എങ്ങനെ വരും? അവിടെ എയും കോൺസ്റ്റന്റ് ആണ്, ബിയും കോൺസ്റ്റന്റ് ആണ്. ശരിയാണോ? ആണോ? അവിടെ എയും കോൺസ്റ്റന്റ് ആണ്, ബിയും കോൺസ്റ്റന്റ് ആണ്. ആണോ? ആണോ പിള്ളേരെ? ഒറ്റ റോയും ഒറ്റ കോളേ ഉള്ളൂ. എയും കോൺസ്റ്റന്റ്, ബിയും കോൺസ്റ്റന്റ്. എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 0. അപ്പോൾ എക്സ്പ്രഷൻ എന്തോ വരും? A1 B0 എന്തോ വരും എക്സ്പ്രഷൻ? എ ബി ബാർ പ്ലസ് ഈ ടേമോ, ഈ ഗ്രൂപ്പോ? അവിടെ എയും ബിയും കോൺസ്റ്റന്റാ. വാല്യൂസ് എന്തൊക്കെയാ? A0 B1 എന്താ വരും? എ ബാർ ബി. ഇതാണ് എൻ്റെ സമ്മിൻ്റെ എക്സ്പ്രഷൻ. സമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ, എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ ബി ബാർ പ്ലസ് എ ബാർ ബി. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, പഠിച്ചതുമാണ്. ഞാൻ എക്സോർ ഗേറ്റ് പറഞ്ഞപ്പോൾ എ ബി ബാർ പ്ലസ് എ ബാർ ബിയുടേത് എക്സ്പ്രഷൻ വിൽ ബി ഈക്വൽ ടു എ എക്സോർ ബി. നമ്മൾ ദിവസം പറഞ്ഞതാണ്. എ എക്സോർ ബി എന്ന് പറയുന്നത്, എക്സോർ ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ ബി ബാർ പ്ലസ് എ ബാർ ബി. ചുരുക്കം പറഞ്ഞാൽ എനിക്കൊരു 2 ബിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള സർക്യൂട്ട് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് എന്തോ ചെയ്താൽ മതി? ആ 2 സർക്യൂട്ടിലെ എൻ്റെ 2 ഇൻപുട്ടിനെയും കൂടെ ഒരു എക്സോർ ഗേറ്റിൽ കൊടുത്താൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആഡറിൻ്റെ സമ്മിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ പിള്ളേരെ? ഇതേപോലെ തന്നെ നമുക്ക് ക്യാരിയുടെ ഒന്ന് എഴുതി നോക്കിയാലോ. ക്യാരിയുടെ കേസിൽ ഒരു 2 വേരിയബിൾ കെ മാപ്പ്, എ ബി 0 1 0 1. ക്യാരി എവിടാ 1 ആവുന്നേ? ക്യാരി ഒരൊറ്റ കണ്ടീഷനിലേ 1 ആവുന്നുള്ളൂ. കണ്ടോ? ക്യാരി ഒറ്റ കേസിലേ 1 ആവുന്നുള്ളൂ. എപ്പോഴാ ക്യാരി 1 ആവുന്നേ? A1 B1. വേറെ എവിടെയെങ്കിലും ക്യാരി 1 ആവുന്നുണ്ടോ? A1ലും B1ലും മാത്രമല്ലേ ക്യാരി 1 ആവുന്നേ. പിന്നെ എന്ത് ചെയ്യണം? ഇതിനകത്ത് മാർക്ക് ചെയ്യണം. എവിടാ? A1
B1 എവിടാ? ഇവിടെ. ഈ ഒരൊറ്റ 1 അല്ലേ ഉള്ളൂ, വേറെ എവിടെയെങ്കിലും വരുമോ? വരത്തില്ല. അപ്പോൾ ഇത് മാത്രം ഗ്രൂപ്പ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ എന്തുവാ? ക്യാരിയുടെ എക്സ്പ്രഷൻ എന്തുവാ? എക്സ്പ്രഷൻ എന്തുവാ പറഞ്ഞേ? AB. AB. മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച രണ്ട് ഓരോ ബിറ്റുകൾ വീതം ആഡ് ചെയ്യുന്ന രണ്ട് 2 ബിറ്റുകൾ, എ ഒരു ബിറ്റ് ബി ഒരു ബിറ്റ്, അങ്ങനെ രണ്ട് 1 ബിറ്റ് വാല്യൂസ് ആഡ് ചെയ്യുന്ന ഒരു ആഡറിൻ്റെ ക്യാരിയുടെ എക്സ്പ്രഷനാണ് എ ബി. സമ്മിൻ്റെ എക്സ്പ്രഷൻ എന്തുവാ? എ എക്സ് ഓർ ബി, അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്ത് പറയാം? എ ബി ബാർ പ്ലസ് എ ബാർ ബി. ഇതാണ് എൻ്റെ ഒരു രണ്ട് സിംഗിൾ ബിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന ഒരു ആഡറിൻ്റെ സമ്മിൻ്റെയും ക്യാരിയുടെയും എക്സ്പ്രഷൻ. മനസ്സിലായോ? എത്ര വരെ മനസ്സിലായോ? ആയോ? അങ്ങനെ ആഡ് ചെയ്യുന്ന രണ്ട് സിംഗിൾ ബിറ്റ് ആഡ് ചെയ്യുന്ന ആഡറിന് ഞാൻ വിളിക്കുന്ന പേര്, രണ്ട് സിംഗിൾ ഒലച്ചുള്ള രണ്ട് സിംഗിൾ ബിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന ആഡറിന് ഞാൻ വിളിക്കുന്ന പേരാണ് ഹാഫ് ആഡർ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പരീക്ഷയ്ക്ക് ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ എ ഹാഫ് ആഡർന്നോ ഇംപ്ലിമെൻ്റ് എ ഹാഫ് ആഡർന്നോ എന്തെങ്കിലും ചോദിച്ചാൽ, ഹാഫ് ആഡർ എന്ന് പറഞ്ഞാൽ എന്തുവാ? രണ്ട് സിംഗിൾ ബിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന ആഡറിന് വിളിക്കുന്ന പേരാണ് ഹാഫ് ആഡർ. അപ്പോൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കണം, കെ മാപ്പ് എഴുതണം, എക്സ്പ്രഷൻ എഴുതണം. ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം. ഈ എക്സ്പ്രഷൻ കിട്ടിയെങ്കിൽ എനിക്ക് ആ എക്സ്പ്രഷനകത്തുനിന്ന് എന്താ ഉണ്ടാക്കാം? സർക്യൂട്ട് ഉണ്ടാക്കിക്കൂടെ? എനിക്ക് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ആ എക്സ്പ്രഷനകത്തുനിന്ന് എനിക്ക് എന്താ ഉണ്ടാക്കാം? സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടാക്കാം. നമുക്ക് വരച്ച് നോക്കാം. സർക്യൂട്ട് എങ്ങനെ ഇരിക്കും? ആദ്യം സമ്മ് എങ്ങനെ നോക്കാം. എന്താ പറയുന്നത്? എ എക്സ് ഓർ ബി. എനിക്കുള്ള ഇൻപുട്ടുകൾ ഏതൊക്കെയാ? എയും ബിയും. രണ്ട് ഇൻപുട്ടാണ് നമുക്കുള്ളത്, എയും ബിയും. അതിൽ നിന്ന് സം ഉണ്ടാക്കുന്ന എനിക്ക് എന്തോ ചെയ്താൽ മതി? ഒരു എക്സോർ ഗേറ്റ് വരയ്ക്കുക. ഗേറ്റുകളൊക്കെ ഞാൻ കാണിച്ചതെന്നാണ്. ഒരു എക്സോർ ഗേറ്റ് വരയ്ക്കുക. ആ ഗേറ്റിനകത്തോട്ട് എയും ബിയും കൊടുത്താൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എന്തുവാ? എ എക്സ് ഓർ ബിയാ ആണോ? എന്ന് പറഞ്ഞാൽ അത് എന്തുവാ? സമ്മല്ലേ? സം ഈസിക്കൽ ടു എ എക്സ് ഓർ ബി ആ നമ്മുടെ എക്സ്പ്രഷൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എയും ബിയും കൂടെ ഞാൻ ഒരു എക്സോർ ഗേറ്റിനകത്തോട്ട് കൊടുത്താൽ എനിക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? സം ഓഫ് ദി ഹാഫ് ഓർഡർ കിട്ടും, എ എക്സ് ഓർ ബി. ശരിയാണോ? എനിക്ക് ക്യാരി ഉണ്ടാക്കണമെങ്കിൽ എയും ബിയും കൂടെ എന്ത് ചെയ്താൽ മതി? അത് ഏത് ഗേറ്റാ? എ ബി എന്ന് പറയുന്നത്. എയും ബിയും കൂടെ ഏത് ഗേറ്റിൽ കൊടുക്കണം ഞാൻ? എ ബി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഗേറ്റുകൾ പഠിച്ചതാ. ഏത് ഗേറ്റാണ്? ആൻഡ് ഗേറ്റ്. അപ്പം ഞാൻ എന്തോ ചെയ്താൽ മതി? എ ഇങ്ങോട്ട് എടുക്കുക, ബി ഇങ്ങോട്ട് എടുക്കുക, രണ്ടും കൂടി ആൻഡ് ഗേറ്റിൽ കൊടുത്താൽ എനിക്ക് എന്തോ കിട്ടി? എ ബി. ക്യാരി എന്ന് പറഞ്ഞതിൻ്റെ എക്സ്പ്രഷൻ എന്തുവാ? എ ബി. മനസ്സിലായോ? ഈ വരച്ചേക്കുന്നതാണ് എന്തിൻ്റെ സർക്യൂട്ട്? ഒരു ഹാഫ് ആർഡറിൻ്റെ സർക്യൂട്ട്. അപ്പോൾ നിങ്ങളടുത്ത് ഒരു ഹാഫ് ആർഡർ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഹാഫ് ആർഡറിനെ പറ്റി ചോദിക്കുകയാണോ, ഇനിയിപ്പോൾ ഈ അങ്ങോട്ട് വരുന്ന നമ്മൾ പഠിക്കാൻ പോകുന്ന സർക്യൂട്ട്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാലും എന്തൊക്കെ എഴുതണം? അപ്പം അതെന്താണെന്ന് പറയണം, അതിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതാൻ അറിഞ്ഞിരിക്കണം, ആ ട്രൂത്ത് ടേബിളിനകത്തുനിന്ന് കെ മാപ്പ് വരയ്ക്കണം, ആ കെ മാപ്പിനകത്തുനിന്ന് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം, ആ എക്സ്പ്രഷനകത്തുനിന്ന് എന്ത് വരയ്ക്കാൻ പറ്റണം? സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറ്റണം. മനസ്സിലായോ പിള്ളേരെ? എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതെന്താണ് സാധനം എന്ന് ഹാഫ് ആർഡർ എന്തുവാണ്? രണ്ട് സിംഗിൾ ബിറ്റ് സാധനം തമ്മിൽ ആഡ് ചെയ്യാനുള്ള ആർഡറാണ് ഹാഫ് ആർഡർ. ഓക്കെ, ശരി. എയും ബി ഇൻപുട്ടുകളുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയാം. ഇനി അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. എയും ബി ഇൻപുട്ട്, സമ്മും ക്യാരി ഔട്ട്പുട്ട്. അതിൻ്റെ ആ ട്രൂത്ത് ടേബിളിനകത്തുനിന്ന് അതിൻ്റെ എന്തെഴുതണം? കെ മാപ്പ് വരയ്ക്കണം. ഇങ്ങനെ ഓർമ്മയുണ്ട്? ഇപ്പം പറഞ്ഞ സാധനമാണ്. നമുക്ക് എന്താണ് ഹാഫ് ആർഡർ, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് ഹാഫ് ആർഡർ അല്ലെങ്കിൽ ഹാഫ് ആർഡർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. ആ ട്രൂത്ത് ടേബിളിനകത്തുനിന്ന് എന്താ ഉണ്ടാക്കണം? കെ മാപ്പ് ഉണ്ടാക്കണം. ആ കെ മാപ്പിനകത്തുനിന്ന് എന്താ ഉണ്ടാക്കണം? എക്സ്പ്രഷൻ ഉണ്ടാക്കണം. ആ എക്സ്പ്രഷനകത്തുനിന്ന് എന്താ വരയ്ക്കണം? നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. ഇത്രയുമാണ് അതിൻ്റെ സ്റ്റെപ്സ്. ഈ സ്റ്റെപ്പ് അനുസരിച്ചാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. മനസ്സിലായോ? പിള്ളേരെ മനസ്സിലായി സാർ. ശരി. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിളുകൾ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതിപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലായിക്കോട്ടെ. ഇപ്പം നമുക്ക് ഇത്രയും മനസ്സിലാക്കാം. അപ്പം ഇന്ന് പഠിപ്പിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് കെ മാപ്പിൻ്റെ ഡോൺ കെയർ കണ്ടീഷൻ്റെ സിസ്റ്റവും, അതുപോലെ തന്നെ നമ്മുടെ ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് സീക്വൻസ് സർക്യൂട്ട് എന്താണെന്നും, കോമ്പിനേഷൻ സർക്യൂട്ടിനകത്തുള്ള ഒരു ഹാഫ് ആർഡർ സിംഗിൾ ബിറ്റ് ആഡ് ചെയ്യുന്ന ഹാഫ് ആർഡർ എങ്ങനെയാണെന്നും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും പഠിച്ചു. ഇത്രയും പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഉണ്ടോ? ഇല്ല സാർ. ശരി ശരി. ഓക്കെ താങ്ക് യു. അപ്പോൾ നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ് പഠിക്കാം കേട്ടോ. ശരി. ഓക്കെ സാർ.